സമാന്തര വരകൾ എന്ന പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ 6ാം ക്ലാസ്സിൽ പഠിച്ച പാഠഭാഗത്തിന്റെ ബാക്കി ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനോട് ചേർന്ന് വരാം എന്താണ് ഈ വർഷം പഠിപ്പിക്കാൻ പോകുന്നത് എന്ന്. ക്ലാസ് തുടങ്ങുകയാണ്. എല്ലാവരും റെഡിയല്ലേ? ക്ലാസ് കേൾക്കാൻ എല്ലാവരും നല്ല മനസ്സോട് കൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു വരുന്നത് സമാന്തര വരകൾ എന്ന പാഠഭാഗം. രക്ഷിതാക്കളും റെഡിയാണ് കുട്ടികളെ സഹായിക്കാൻ വേണ്ടി. നമുക്ക് ആദ്യം കുറച്ച് ചിത്രങ്ങൾ കാണാം. ഇത് നോക്കൂ, ഈ ചിത്രങ്ങളെല്ലാം നോക്കൂ. ഇതെല്ലാം നമുക്ക് ചുറ്റും നമ്മുടെ വീട്ടിലും നമുക്ക് പരിചയമുള്ള സാധനങ്ങളുടെ ചിത്രങ്ങളാണ്. ഒന്നെന്താണ്? നോട്ട് പുസ്തകത്തിന്റെ വരകൾ. സീബ്ര ലൈൻ. എന്താ സീബ്ര ലൈൻ? നമ്മുടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് മനുഷ്യർക്ക് നടന്ന് അപ്പുറം കടക്കാനുള്ള റോഡ് ക്രോസ് ചെയ്യാൻ ഉള്ളതാണ് സീബ്ര ലൈൻ. അത് നിങ്ങൾക്കറിയാം. പിന്നെ ഏതാ? കോണിപ്പടികൾ. ഇങ്ങനെ കുറേ ചിത്രങ്ങൾ ഇതുപോലെ പലതും നമ്മുടെ വീട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമുക്ക് കാണാൻ പറ്റും. എന്തിനാണ് ഈ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തത്? അതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. ഈ ചിത്രങ്ങൾക്ക് ഇവിടെ എന്താണ് പ്രസക്തി? നമുക്ക് ഈ ചിത്രങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇതെല്ലാം വരകളാണ്. എന്ത് വരകളാണ്? നമുക്ക് നോക്കാം. ഈ വരകളുടെ പ്രത്യേകതകൾ എന്താണ്? നമുക്ക് എല്ലാവരും ഒരു ബുക്ക് എടുക്കും. ബുക്ക്, ഒരു പെൻസിലും ഒരു സ്കെയിലും എടുക്കും. ഒന്ന് ഇത് നമുക്ക് സ്കെയിൽ വെച്ചിട്ട് പെൻസിൽ കൊണ്ട് ഒരു വര വരയ്ക്കാം. എങ്ങനെയാണ് ഈ വര വരച്ചത്? ജസ്റ്റ് വെറുതെ ഒരു വര വരച്ചു. ഇല്ല, ഇതിന്റെ പേരെന്താണ്? വര. എല്ലാവരും വര എന്ന് എഴുതും. അതിന്റെ അടി എല്ലാവരും എഴുതണേ വര. അവർ വരയ്ക്കുകയും വര എന്ന് എഴുതുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ശരി നമുക്ക് കൊടുക്കാം. ശരിയിട്ട് കൊടുക്കാം നോക്കില്. അതിനുശേഷം വരച്ചു കഴിഞ്ഞോ? എല്ലാവരും അത് വരച്ചില്ലേ? അതിനുശേഷം നമുക്ക് ഒരു ബിന്ദു അടയാളപ്പെടുത്താം. ആ ബിന്ദുവിന്റെ ഏതെങ്കിലും ബിന്ദു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പെൻസിൽ കൊണ്ട് ഒരു പുസ്തകത്തിൽ നിങ്ങൾ ഒന്ന് തൊട്ടാൽ അവിടെ ഒരു അടയാളം തന്നെ കുത്തു വന്നില്ലേ? അത് തന്നെയാണ് ബിന്ദു. ബിന്ദു ഇട്ടിട്ട് അടിയിൽ ബിന്ദു എന്ന് എഴുതിക്കോളും. ബിന്ദു എന്ന് എഴുതിയോ? എല്ലാവരും ബിന്ദു എന്ന് എഴുതിയെങ്കിൽ അടുത്തതായിട്ട് നമ്മൾ അതിൻ്റെ ആ ബിന്ദുവിൻ്റെ ആദ്യം നിങ്ങൾ അവിടെ എഴുതി അവിടെ പോയിന്റ് ചെയ്ത ആ ബിന്ദുവിൻ്റെ സമീപത്ത് എവിടെയെങ്കിലും താഴെയാണെങ്കിൽ താഴെ അല്ലെങ്കിൽ മുകളിൽ എവിടെയെങ്കിലും വേറെ ഒരു ബിന്ദു ചേർത്തില്ലേ? ഇത് ചേർത്ത് വരച്ചു നോക്കൂ. വീണ്ടും ഒരു വര കിട്ടിയില്ലേ? രണ്ട് ബിന്ദുക്കൾ ചേർന്ന് ഒരു വര ഉണ്ടാകുന്നു അല്ലെ? നമ്മുടെ നോട്ട്ബുക്കിൽ എല്ലാവരുടെ നോട്ട്ബുക്കിലും ഒരു ബിന്ദു അവിടെ ചേർത്ത് ഒരു പെൻസിൽ കൊണ്ട് ഒരു ബിന്ദു അടയാളപ്പെടുത്തി ഒരു ബിന്ദു എന്ന് എഴുതുന്നു. ബിന്ദു എന്ന് എഴുതിയത് രക്ഷിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ വളരെ കുറച്ച് കാര്യമേ ഇതുവരെ പറഞ്ഞുള്ളൂ. ആ കുറച്ച് കാര്യത്തിലൂടെ തന്നെ വേണം കുട്ടികൾ മുന്നോട്ട് നീങ്ങാൻ. ബിന്ദു എന്നെഴുതി ഒരു ബിന്ദു ചേർത്ത് പിന്നീട് ഒരു ബിന്ദു അതിന് സമീപത്ത് മറ്റൊരു ബിന്ദു ചേർത്ത് വെച്ചിട്ട് രണ്ടും കൂടി ചേർത്ത് വരച്ച് വര ഉണ്ടാക്കി വരച്ചു. അപ്പോൾ അവൻ നമ്മൾ വര എന്ന് എഴുതുക. എല്ലാവരുടെ പുസ്തകത്തിലും വര എന്ന വാക്കും ബിന്ദു എന്ന വാക്കും അതിൻ്റെ ചിത്രങ്ങളും കാണണം. രക്ഷിതാക്കൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. ഇത് നമ്മളെ ഒരു വർക്ക്ഷീറ്റായിട്ട് തന്നെ ഉപയോഗിക്കാനുള്ളതാണ്. അത് പേജിൽ മാറ്റി ചെയ്യാം. ഞാൻ പറഞ്ഞത് രണ്ട് ബിന്ദുക്കൾ ചേർന്നാൽ ഒരു വര ഉണ്ടാകുന്നു. ഒന്നുകൂടി പറഞ്ഞു നോക്കിയേ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. രണ്ട് ബിന്ദുക്കൾ ചേർത്ത് വരച്ച് ഒരു വര ഉണ്ടാകുന്നു. അതായത് ഒരു വര രണ്ട് ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്നു. അതങ്ങനെയും പറയാലോ അല്ലേ? ഒരു വര അനേകം ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്നാൽ നമ്മൾ പ്രത്യേകിച്ച് കാണിച്ച രണ്ട് ബിന്ദുവിലൂടെ നമുക്ക് കടത്തി കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാം. നിങ്ങളത് ആലോചിച്ചിട്ട് എന്നോട് പറയാം, അല്ലെങ്കിൽ അവിടെ എഴുതി വെക്കുക. രണ്ട് വരകൾ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുമോ? എന്താണ് ചോദ്യം?
രണ്ട് വരകൾ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുമോ? നമുക്ക് നോക്കാം. ചോദ്യം മനസ്സിലായില്ലേ? വീണ്ടും പറയാം. രണ്ടു വരകൾ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുമോ? അതാണ് ചോദിച്ചത്. ഉണ്ടെന്നോ ഇല്ലാന്നോ എല്ലാം ഉത്തരം എഴുതിക്കാം, അല്ലെങ്കിൽ മനസ്സിലുണ്ടായിട്ടുണ്ടാവും. അത് നമ്മൾ പറഞ്ഞത് ശരിയാണോ എന്ന് നോക്കണമെങ്കിൽ എല്ലാവരും നോട്ട് പുസ്തകത്തിൽ രണ്ട് വരകൾ വരയ്ക്കുക. അപ്പോൾ അങ്ങനെ വരച്ചാലല്ലേ രണ്ട് വര ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുമോ എന്ന് നോക്കാൻ പറ്റുള്ളൂ. ഒന്ന് ശ്രദ്ധിക്കണേ. ആദ്യം ഒരു വര വരയ്ക്കുക. ബുക്കിൽ സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് ഒരു വര വരയ്ക്കുക. അതിൻ്റെ സമീപത്തായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ആ വരയ്ക്ക് അടുത്ത് തന്നെ മറ്റൊരു വര വരയ്ക്കുക. വരച്ചോളൂ, എല്ലാവരും വരച്ചോളൂ. രണ്ട് വര. വരച്ചു കഴിഞ്ഞാൽ എല്ലാവരും ബുക്കിലും ഇപ്പോൾ രണ്ട് വര ഉണ്ടല്ലേ? രണ്ട് വര വരച്ചോ? ടീച്ചർ നിങ്ങൾ വരച്ചു എന്ന് കരുതട്ടെ. അത്ര സമയമല്ല വേണ്ടുള്ളൂ അല്ലേ? ഒരു വര വരയ്ക്കുക, അടുത്തത് തന്നെ രണ്ട് വര. ഇനി ടീച്ചർ കാണിക്കാം, നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഇതാ ഇവിടെ കണ്ടോ? ഇതെല്ലാം രണ്ട് വരകളുടെ കൂട്ടമാണ്. ഒന്നാമത്തെ സെറ്റിൽ രണ്ട് വര, രണ്ടാമത്തേതിൽ രണ്ട് വര, മൂന്നിലും രണ്ട് വരയുണ്ട്, നാലിലും രണ്ട് വരയുണ്ട്. എല്ലാവരും കണ്ടില്ലേ? രണ്ട് വരകളുടെ ഒരു കൂട്ടമാണ് ഇവിടെ കാണിച്ചത്. നിങ്ങൾ ഇതുപോലെ എല്ലാം വരച്ചിട്ടുണ്ടാവും. ഇതില് ടീച്ചർ ഒരു കാര്യം, ആദ്യത്തെ സെറ്റ് എടുക്കാം. ആദ്യത്തെ വര നോക്കൂ. ഈ രണ്ട് വരകൾ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നുണ്ടോ? ഉണ്ട് അല്ലെ? ഇത് തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട്. നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അത് രണ്ടും കൂട്ടിമുട്ടിയിട്ടാണ് കടന്നു പോകുന്നത്. അപ്പോൾ ശരി, രണ്ട് വരകൾ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. ഓക്കെ, എല്ലാവർക്കും അത് പിടികിട്ടിയേ? കാര്യം മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തെ സെറ്റ് നോക്കൂ. രണ്ടാമത്തെ സെറ്റ് കാണുമ്പോൾ എന്താ പോകുന്നത്? രണ്ട് വരകളും കൂട്ടിമുട്ടാതെ ആണിരിക്കുന്നത് അല്ലേ? ചിത്രത്തിന് രണ്ട് വര കൂട്ടിമുട്ടുന്നില്ല. പക്ഷെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്താണ്? ഈ രണ്ട് വരകൾ നീട്ടി വരയ്ക്കാം. രണ്ട് വരകൾ നീട്ടി വരയ്ക്കുമ്പോൾ ഒരു സൈഡിലേക്കോ അല്ലെങ്കിൽ മറ്റേ സൈഡ് നീട്ടി വരയ്ക്കുമ്പോൾ അത് കൂട്ടിമുട്ടിയല്ലോ അല്ലേ? അത് ഒരു വശത്തേക്ക് നീട്ടി വരയ്ക്കുമ്പോൾ അത് കൂട്ടിമുട്ടി. അപ്പോൾ ഈ രണ്ട് വരകളും കൂട്ടിമുട്ടി. നമുക്ക് മനസ്സിലാവുന്നില്ലേ? മനസ്സിലായോ പറഞ്ഞത്? രണ്ട് വരകൾ ചിത്രത്തിൽ കാണുമ്പോൾ കൂട്ടിമുട്ടാത്തത് പോലെ ഇരിക്കുന്നു. നമ്മൾ അത് നീട്ടി വരച്ചപ്പോൾ അത് കൂട്ടിമുട്ടി. ഓക്കെ, മൂന്നാമത്തത് നോക്കൂ. മൂന്നാമത്തെ സെറ്റ് ആ വര കാണുമ്പോൾ എന്താ തോന്നുന്നത്? അതും ഇവിടെ കൂട്ടിമുട്ടിയിട്ടില്ല അല്ലെ? ചിത്രത്തിൽ കൂട്ടിമുട്ടിയിട്ടില്ല. നമുക്ക് അത് നീട്ടി വരച്ച് നോക്കാം. നീട്ടി വരയ്ക്കും എല്ലാവരും. ഈ ചിത്രം നിങ്ങൾ ബുക്കിലേക്ക് വരച്ചിട്ട് ഒന്ന് നീട്ടി വരച്ചു നോക്കൂ. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ രണ്ട് വരകളുടെ അറ്റങ്ങൾ ശ്രദ്ധിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അത് നീട്ടി വരയ്ക്കൂ. അതും ഒരു വശത്ത് കൂട്ടിമുട്ടുന്നുണ്ട് അല്ലെ? മൂന്നാമത്തെ സെറ്റിലെ വരയും നീട്ടി വരച്ചപ്പോൾ കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏത് രണ്ട് വരയും കൂട്ടിമുട്ടുമോ? നമ്മളിപ്പം കാണിച്ചത് മൊത്തം കൂട്ടിമുട്ടുന്നുണ്ട്. എന്നാണ് അത് നാലാമത്തെ സെറ്റിലേക്ക് കടക്കുക. നാലാമത്തെ ഈ വര, രണ്ട് വരകൾ നീട്ടി വരച്ച് നോക്കൂ. നീട്ടി വരയ്ക്കുമ്പോൾ ആ അറ്റത്തും കൂട്ടിമുട്ടുന്നില്ല. എന്നാൽ ഈ വശത്തേക്ക് നീട്ടി വരച്ച് നോക്കൂ. ഇവിടെയും കൂട്ടിമുട്ടുന്നില്ല അല്ലേ? ഈ വരകൾ എവിടെയും കൂട്ടിമുട്ടുന്നില്ല. അതിന്റെ കാരണം എന്താണ്? നമുക്കിതിന്റെ ഒരു പ്രത്യേകത കാണുന്നുണ്ട്. മറ്റു വരകൾ ചരിഞ്ഞിരിക്കുമ്പോൾ ഇതിന്റെ പ്രത്യേകത ഇത് തുല്യ അകലത്തിലാണുള്ളത്. രണ്ട് വരകളും തമ്മിലുള്ള അകലം തുല്യമാണ്. ഇവിടെ അളന്ന് നോക്കുമ്പോൾ ഇവിടെ സെന്റിമീറ്റർ ഇത്രയാണെങ്കിൽ അതേ അളവ് തന്നെയാണ് മുന്നോട്ടും. ഏത് ഭാഗത്ത് നോക്കിയാലും തുല്യ അളവിലാണ് ഈ വരകൾ പോകുന്നത്. നിങ്ങളുടെ നോട്ട്ബുക്കില് നമ്മുടെ കയ്യിലുള്ള ചെറിയ സ്കെയിലില്ലേ, അത് അവിടെ അമർത്തി വെച്ചിട്ട് അതിന്റെ രണ്ട് വശത്തുകൂടെ
വരച്ചു നോക്കൂ. സ്കെയിൽ തീർത്തുമുള്ള ഭാഗം വരയ്ക്കും. സ്കെയിൽ അനക്കണ്ട, സ്കെയിലിന്റെ ഇരുവശവും വരയ്ക്കുക. വരച്ചോ? ഒന്ന് ശ്രദ്ധിക്കും, ഒന്നോ അത് സഹായിക്കണേ. സ്കെയിൽ നീങ്ങി പോവാതെ വരയ്ക്കും. ഒരു 2 വര കിട്ടിയില്ലേ? ഈ 2 വരയുടെ പ്രത്യേകത എന്താ? ഇതിന്റെ എല്ലാ വശവും തുല്യ അകലമാണ്, സമമായ അകലം. ഇത് ഇങ്ങനെയുള്ള വരകൾക്ക് ഒരു പ്രത്യേക പേരുണ്ട്. അതാണ് നമ്മൾ മുമ്പേ കാണിച്ച ചിത്രത്തിലും വീണ്ടും നമുക്ക് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കാണാം. ഈ തുല്യ അകലമുള്ള സമമായ അകലമുള്ള വരകൾക്ക് ഒരു പ്രത്യേക പേര് പറയും. പേരെന്താണ്? നമ്മളെ പാഠത്തിന്റെ പേര് തന്നെ അതാണ്. എന്താണ് പാഠത്തിന്റെ പേര്? പറഞ്ഞില്ലേ, ടീച്ചർ തുടക്കത്തിലെ പറഞ്ഞില്ലേ, എഴുതി വെച്ചിട്ടില്ലേ? എല്ലാവരും ശ്രദ്ധിച്ചതല്ലേ? എന്താണ് പാഠത്തിന്റെ പേര് പറഞ്ഞത്? സമാന്തര വരകൾ. എന്താണ്? സമാന്തര വരകൾ. അതായത് സമമായ അന്തരത്തോട് കൂടിയ വരകൾ. സമം ഒപ്പം, ഒരേ, നമുക്കറിയാലോ സമം ഒപ്പം. സമമായ അന്തരം, അകലം, സമമായ അകലമുള്ള വരകളെ സമാന്തര വരകൾ എന്ന് പറയുന്നു. അവ ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. എന്താണ്? ആ വരകൾ ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. അപ്പൊ നമുക്ക് ചെറിയ നോട്ട് പോലെ എഴുതാം. തുല്യ അകലത്തിലുള്ളതും എഴുതിക്കൂടെ? ടെക്സ്റ്റിലുണ്ട്, ടെക്സ്റ്റ് നിവർത്തി വെച്ച് ടെക്സ്റ്റ് നോക്കി എഴുതാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ വരും. തുല്യ അകലത്തിലുള്ളതും ഒരിക്കലും കൂട്ടിമുട്ടാത്തതുമായ വരകളെ സമാന്തര വരകൾ എന്ന് പറയുന്നു. ഒന്നുകൂടി പറയേ. തുല്യ അകലത്തിലുള്ളതും എഴുതിയില്ലേ? എഴുതിക്കഴിഞ്ഞു. ഒരിക്കലും കൂട്ടിമുട്ടാത്തതും ആയ, ഒരിക്കലും കൂട്ടിമുട്ടാത്തതുമായ വരകളെ സമാന്തര വരകൾ എന്ന് പറയുന്നു. എല്ലാവർക്കും അതൊന്ന് പഠിക്കാം. സമാന്തര വരകൾക്ക് ഉദാഹരണം നിങ്ങൾ തന്നെ നിങ്ങളുടെ വീടിന്റെ ചുറ്റുഭാഗത്ത് നോക്കിയാൽ കാണുന്ന കുറച്ച് സമാന്തര വരകളുടെ ചിത്രങ്ങൾ വരയ്ക്കുകയും വേണം. അത് മനസ്സിലായില്ലേ? സമാന്തര വരകൾ. അടുത്തതായിട്ട് സമാന്തര വരകൾക്ക് നമ്മൾ ഈ നോട്ട്ബുക്കിന്റെ ചിത്രം കാണിച്ചില്ലേ? അത് നിങ്ങൾ ഒരു വർക്ക്ഷീറ്റും കൂടി നിങ്ങൾക്കുണ്ട്. 3ാമത്തെ വർക്കാണ്. ആദ്യത്തേത് ബിന്ദു തന്നിട്ടുണ്ട്, വരയ്ക്കാൻ തന്നിട്ടുണ്ട്. വര കഴിഞ്ഞിട്ട് നമ്മൾ സമാന്തര വരകൾ, ഒരു ജോഡി വരകൾ വരയ്ക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സമാന്തര വരകൾ വരയ്ക്കാൻ പറഞ്ഞു. പിന്നീട് അതിൽ നിങ്ങൾ ലിസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെ പേര് എഴുതി ചേർക്കേണ്ടത്. അതിന്റെ ചിത്രം വരയ്ക്കാൻ പറ്റുന്നവർ ചിത്രം വരച്ച് പേരെഴുതി ചേർക്കേണ്ടത്. നിങ്ങളുടെ വീടിന്റെയും പരിസരത്തും ചുറ്റുവട്ടത്തും കാണുന്ന അനേക സമാന്തര വരകൾ ഉദാഹരണങ്ങളായ കാര്യങ്ങൾ. ഇപ്പൊ ടീച്ചർ ഉദാഹരണമായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ, നമ്മുടെ വീട്ടിലുള്ള ചതുരത്തിലുള്ള മേശ, വട്ടത്തിലുള്ള മേശ അല്ല ഇപ്പൊ ഞാൻ പറയുന്നത്, ചതുരത്തിലുള്ള മേശയുടെ ഇരുവശവും നോക്കൂ. അവയുടെ വക്കുകൾ ഒരിക്കലും കൂട്ടിമുട്ടാതെ തുല്യ അകലത്തിലായിരിക്കും. അത് സമാന്തര വരയ്ക്ക് ഉദാഹരണമാണ്. പിന്നീട് വീടിന്റെ ജനലിന്റെയും ജനവാതിലിന്റെയും മറ്റ് വാതിലുടെയും ഒക്കെ ഇരുവശവുമുള്ള പിടിപ്പിച്ച കട്ടകൾ നോക്കൂ. കട്ടില എന്ന് പറയില്ലേ നമ്മൾ? കട്ടിലല്ല, കട്ടില. അത് തുല്യ അകലത്തിലായിരിക്കും. അതും സമാന്തര വരയ്ക്ക് ഉദാഹരണമാണ്. പിന്നെ നമ്മൾ റോഡിൽ നേരത്തെ കാണിച്ചില്ലേ ചിത്രം? റോഡിലെ സീബ്ര. നമുക്ക് നമ്മുടെ സ്കൂളിലാണെങ്കിൽ നമ്മളിപ്പം സ്മാർട്ട് റൂമിലൊക്കെ കൊണ്ടുപോയിട്ട് ടീച്ചർ ഇത് നമ്മളെ കമ്പ്യൂട്ടറിൽ കാണിച്ച്, സ്ക്രീനിൽ കാണിച്ചു തരുമായിരുന്നു അല്ലേ? ഈ വരകൾക്കും സമാന്തര വരകൾക്കും എല്ലാം ഉദാഹരണം എങ്ങനെ വരയ്ക്കുന്നു എന്നെല്ലാം കാണിച്ചു തരും. നമ്മളെല്ലാവരും കഴിഞ്ഞ വർഷം അങ്ങനെ പലതും പോയി കണ്ടതാണ്. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട, നമ്മൾക്ക് അത് സ്കൂൾ തുറന്നാലും കാണിക്കും. നിങ്ങൾ സ്കൂളിൽ എത്തിയാൽ എപ്പോഴായാലും അത് കാണിച്ചു തരും. അതിൻ്റെ കൂടെ അതിൻ്റെ പുറമെ വേണമെങ്കിൽ നിങ്ങളെ വീട്ടിൽ സിസ്റ്റമുള്ള പലരും ഉണ്ടാവും. ഇല്ലാത്തവരത് കേട്ട് വിഷമിക്കേണ്ട. ഉള്ളവർക്ക് ഞാനത് കാര്യം കൂടി പറഞ്ഞു തരാം. നമുക്ക് എങ്ങനെ ഇത് കാണാമെന്ന്, നമ്മുടെ വീട്ടിലെ സിസ്റ്റത്തിൽ തന്നെ ഇത് കാണാം. അത് ആദ്യം ഓപ്പൺ ചെയ്യുന്ന വിധം കേട്ടോളൂ.
നമ്മൾ സിസ്റ്റം ഓൺ ചെയ്യാം. ഏറ്റവും മുകളിലുള്ള ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴേക്ക് രണ്ടാമതായി കാണുന്ന എഡ്യൂക്കേഷനിൽ കേഴ്സർ കൊണ്ടുവയ്ക്കുക. വലതുവശത്ത് കാണുന്ന ആപ്ലിക്കേഷനിൽ താഴെയുള്ള ജിയോജിബ്രയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വിൻഡോ തെളിഞ്ഞു വരും. അതിൽ കാണുന്ന ജിയോമെട്രിയിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ കാണുന്ന വരകളും ഗ്രിഡും എല്ലാം ഒഴിവാകും. പിന്നീട് സ്ക്രീൻ ഒന്ന് വലുതാക്കാനായിട്ട് മുകളിൽ വലതുവശത്ത് കാണുന്ന മാക്സിമൈസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വലിയ വിൻഡോ തെളിഞ്ഞു വരും. അതിൽ കുറേ ടൂൾസ് കാണാം. എല്ലാം നമുക്ക് പരിചയപ്പെടേണ്ടതില്ല. നമുക്കിപ്പോൾ ഒരു ചതുർഭുജം വരയ്ക്കാം. 4 വശമുള്ള ഒരു രൂപം. അതിനാൽ മൂന്നാമത് കിടക്കുന്ന ലൈൻ എന്ന ടൂളിലേക്ക് കേഴ്സർ കൊണ്ടുവരിക. അതിൻ്റെ അടിയിൽ സെഗ്മെൻറ്റ് സെലക്ട് ചെയ്യുക. വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഒരു വരയായി. വീണ്ടും ക്ലിക്ക് ചെയ്തു. ഒന്നുകൂടി ക്ലിക്ക് ചെയ്തു. വീണ്ടും ഒരു വരയായി. മൂന്നാമത് വീണ്ടും ക്ലിക്ക് ചെയ്തു. അവസാനം ആദ്യം വരച്ച ബിന്ദുവിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ചതുർഭുജം റെഡിയായി. ഇതിൻ്റെ 4 മൂലകൾക്കും പേര് നൽകാം. ഓരോ മൂലയിലും ക്ലിക്ക് ചെയ്യുക. ചെയ്യുമ്പോൾ വരുന്ന ബോക്സിൽ പേര് നൽകാം. ഇവ എ, ബി, സി, ഡി എന്നീ രീതികളിൽ 4 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പേര് കൊടുക്കാം. ഇവ 4 മൂലകൾക്കും പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇവയുടെ എതിർവശങ്ങൾ കൂട്ടിമുട്ടാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാം. അതിനായി വീണ്ടും ലൈൻ ടൂളിലേക്ക് വരുന്നതും അതിൽ ലൈൻ എടുക്കുന്നു. വരച്ചു വച്ച 2 മൂലകളിൽ ക്ലിക്ക് ചെയ്യുന്നു. എതിർവശത്ത് ലൈൻ വരയ്ക്കുക. വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. 2 വരകളും കൂട്ടിമുട്ടുന്നു. ചതുർഭുജത്തിൻ്റെ മൂലകളിൽ ക്ലിക്ക് ചെയ്ത് വലിപ്പം ക്രമീകരിക്കാവുന്നതാണ്. നമുക്ക് ഈ മൂലകൾ ക്ലിക്ക് ചെയ്ത് വലിച്ച് ചതുർഭുജത്തിൻ്റെ ഷേപ്പ് മാറ്റിയെടുക്കാൻ പറ്റും. ഷേപ്പ് ചേഞ്ച് വരുമ്പോൾ വശങ്ങളും മാറ്റം വരും. അതെ, ഇപ്പോൾ ഇടതുവശത്ത് കൂട്ടിമുട്ടി. വേറൊരു രൂപം നമുക്ക് വരച്ച് നോക്കാം. അത് നമുക്ക് ഒരു സമചതുരം വരയ്ക്കാം. അതിനായിക്കൊണ്ട് 4ാമത്തെ ടൂൾ സെലക്ട് ചെയ്യാം. റെഗുലർ പോളിഗൺ ക്ലിക്ക് ചെയ്യുക. കാണിച്ചിരിക്കുന്ന വിൻഡോയിൽ വശങ്ങളുടെ എണ്ണത്തിന് 4 എന്ന് നൽകി ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഒരു സമചതുരം കിട്ടുന്നു. അപ്പോൾ നമുക്ക് സമചതുരത്തിൻ്റെ എതിർവശങ്ങൾ നീട്ടി വരയ്ക്കാം. അതിനായി ലൈൻ ടൂളിൽ ലൈൻ സെലക്ട് ചെയ്യുന്നു. എതിർവശങ്ങൾ നീട്ടുന്നു. വശങ്ങൾ കൂട്ടിമുട്ടുന്നില്ല എന്ന് കാണാം.
ആ ഇപ്പോൾ വശങ്ങൾ എവിടെയും കൂട്ടിമുട്ടുന്നില്ല. എത്ര ദൂരം മുന്നോട്ട് നീക്കിയാൽ എവിടെയും ഇത് കൂട്ടിമുട്ടുന്നില്ല എന്ന് കാണാം. ആദ്യം വരച്ച ചതുർഭുജത്തിന് എതിർവശങ്ങൾ നീളം കൂട്ടിയപ്പോൾ രണ്ട് സൈഡിലേക്കും നീളം കൂട്ടിയപ്പോൾ കൂട്ടിമുട്ടി. ഇപ്പോൾ സമചതുരം വരച്ചപ്പോൾ എതിർവശങ്ങൾ നീട്ടി വരച്ചപ്പോൾ കൂട്ടിമുട്ടുന്നില്ല. കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ ഇത്രയും സമയം കേട്ട ക്ലാസ്സിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് ചെറിയ വർക്കുകൾ കൊടുക്കണം. വർക്ക്ഷീറ്റ് അത് നമ്മൾ ഓൺലൈനിൽ ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് ആ വർക്ക്ഷീറ്റ് നിങ്ങൾ വീട്ടിൽ തന്നെയാണ് അത് പ്രിപ്പയർ ചെയ്യേണ്ടത്. നമ്മൾ ക്ലാസ്സിൽ വരികയാണെങ്കിൽ ഞങ്ങൾ അത് കൈ കൊടുത്ത് ചെയ്യിക്കുമായിരുന്നു. ഇത് വീട്ടിൽ തന്നെ ചെയ്തിട്ട് അത് എനിക്ക് വാട്സപ്പ് അയച്ചു തരാം. അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പം എന്താണ് വർക്ക് പറയാം? നമ്മൾ ഇന്ന് ആദ്യം തന്നെ പഠിപ്പിച്ച വരകൾ ഒരു പേജിൽ വെറുതെ കുറച്ച് വരകൾ വരയ്ക്കുക, എന്നിട്ട് വരകൾ എന്ന് എഴുതുക. ആ പേജിൽ അത്രയും വർക്ക് ചെയ്യാനുണ്ട്. ഒന്നാമത്തെ വർക്ക്ഷീറ്റിൽ. രണ്ടാമത്തെ വർക്ക്ഷീറ്റിൽ നമുക്ക് മനസ്സിലായില്ലേ? ആദ്യം പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? ഒരു വർക്ക്ഷീറ്റില് വരകൾ, ജസ്റ്റ് വരകൾ എന്ന് എഴുതി പെൻസിൽ ഉപയോഗിച്ചിട്ട് കുട്ടി വരയ്ക്കട്ടെ. അത് ഒന്നാമത്തെ ഷീറ്റ്. രണ്ടാമത്തെ വർക്ക്ഷീറ്റിൽ നമ്മൾ ഈ പാഠത്തിലെ കാര്യമായിട്ട് പറഞ്ഞ സമമായ അന്തരമുള്ള വരകൾ, സമാന്തര വരകൾ, അതായത് സമമായ അന്തരത്തോടെ ഒരു ജോഡികളായി സമാന്തര വരകൾ വരയ്ക്കുക. എന്നിട്ട് അതിന് സമാന്തര വരകൾ എന്ന് എഴുതി ചേർക്കുകയും ആവാം. അതാണ് നൽകുന്ന രണ്ടാമത്തെ വർക്ക്. രണ്ടാമത്തെ വർക്ക് രണ്ട് വർക്ക് തന്നെ. ഒന്നാമത്തത് വെറുതെ വരകൾ വരച്ചിട്ട് വരകൾ എന്ന് എഴുതുക. രണ്ടാമത്തെ ഷീറ്റിന് വെറുതെ ഷീറ്റ് എടുത്ത് നമ്മൾ കുട്ടികളെ സഹായിക്കണം. ഇത് പാരൻസിനോടാണ് ഞാൻ പറയുന്നത്. കുട്ടികളെ നമ്മൾ തീർച്ചയായും സഹായിക്കണം. അവരത് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരികയും വേണം. സമാന്തര വരകൾ വരച്ചിട്ട് സമാന്തര വരകൾ എന്ന് എഴുതുക. രണ്ടാമത്തെ വർക്ക്. അടുത്തതായിട്ട് ഒരു വർക്ക് കൂടി ഞാൻ തരാൻ പോവുകയാണ്. അത് പറഞ്ഞ് ഇതിൻ്റെ സമാന്തര വരകളോട് ചേർന്നുള്ളത് തന്നെ. എന്താണ് പറഞ്ഞത്? നമ്മൾ ഇംഗ്ലീഷ് അക്ഷരമാണ് എല്ലാവരും എഴുതുന്നതാണല്ലോ. അക്ഷരങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ ഇംഗ്ലീഷ്. അതിൻ്റെ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, അതായത് വലിയ അക്ഷരങ്ങൾ, ഇംഗ്ലീഷിലെ ചെറുതും വലുതും വലിയ അക്ഷരങ്ങൾ, അത് നോട്ട്ബുക്കിൽ അവരെ കൊണ്ട് എഴുതുക. നിങ്ങൾ സഹായത്തോടു കൂടി എഴുതിക്കോട്ടെ. അറിയാത്തവരുണ്ടെങ്കിൽ അറിയാം. 7ാം ക്ലാസ്സിലെത്തി എല്ലാവർക്കും ഇംഗ്ലീഷ് അക്ഷരമാല എഴുതാൻ അറിയാം. ക്യാപിറ്റൽ ABCD Z വരെ എഴുതുക. അതിൽ നമ്മൾ ഓരോ അക്ഷരത്തിനെയും നീട്ടി വരച്ച് നോക്കുക. എവിടെയെങ്കിലും കൂട്ടിമുട്ടുന്നുണ്ടോ? അങ്ങനെ നോക്കുക. കൂട്ടിമുട്ടുന്ന അക്ഷരങ്ങൾ അവിടെ ഇരിക്കട്ടെ. ഒരിക്കലും കൂട്ടിമുട്ടാതെ നീണ്ടു പോകുന്ന വരകളുള്ള അക്ഷരങ്ങൾ മാറ്റിയെടുക്കുക. അതാണ് മൂന്നാമത്തെ വർക്ക്. നീണ്ടു പോകുന്ന സമാന്തര വരകൾ ഉപയോഗിച്ച് എഴുതിയ അക്ഷരങ്ങളാണ് നമ്മൾ എഴുതുന്നത്. അതിന് നമ്മൾ സമാന്തര വരകളെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ മാറ്റി എഴുതാം. പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാനൊരു ഉദാഹരണം കാണിക്കാം. ഇത് നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ A. ഇത് കൂട്ടിമുട്ടുന്നുണ്ട്. നമ്മളിവിടെ നോക്കുമ്പോൾ ഇതിങ്ങനെ കൂട്ടിമുട്ടുന്നുണ്ട്. ഈ രണ്ട് വരകളും ഇവിടെ കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സമാന്തര വരയ്ക്ക് ഉദാഹരണമല്ല. അത് നമുക്ക് മാറ്റിവെക്കാം. ആദ്യം ABCD Z വരെ എഴുതാനാണ് ടീച്ചർ പറഞ്ഞത്. അതിന് ശേഷമാണ് ഓരോ അക്ഷരത്തിനെയും നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോഴാണ് അതിന് സമാന്തര വരകളുള്ള അക്ഷരങ്ങൾ കിട്ടുന്നത്. രണ്ടാമത്തെ അക്ഷരം എടുക്കാം നമുക്ക്. B. എന്നതിൽ നമ്മൾ ഒരു വര വരച്ചു. മറ്റേ വര സമാന്തര വരകളല്ല. അതിവിടെ കൂട്ടിമുട്ടുന്നുണ്ട്. അത് മാറ്റിവെക്കാം. നിങ്ങൾ ഇങ്ങനെ ഒരു പേജിൽ ഒരക്ഷരം വീതം എഴുതണ്ട. കുറേ പേജ് ചിലവാകും. നിങ്ങൾ ഒരു നോട്ട്ബുക്കിൽ മൊത്തം 26 അക്ഷരം എഴുതുക. 26 അല്ലേ? അറിയില്ലേ? മൊത്തം എഴുതുക. അതിന് ശേഷം ആ അക്ഷരത്തിന് തന്നെ നീട്ടി വരച്ച് നോക്കുക. അപ്പോഴാണ് മനസ്സിലാകുക. C. ഇത് സമാന്തരത്തിന് ഉദാഹരണം എഴുതാൻ പറ്റുമോ? ഇല്ല. ഇതിനൊരു കർവ് ഉണ്ട് അല്ലേ? ഇത് എവിടെയെങ്കിലും പോയി കൂട്ടിമുട്ടാത്ത സാധ്യത ഉണ്ട്. നീട്ടി വരച്ചാൽ മാറ്റിവെക്കാം. ഈ
ഏതാ? ഇത് ഏതാ അക്ഷരം പറഞ്ഞു നോക്കൂ. ഇ. ഈ എന്ന അക്ഷരത്തിനെ നമ്മൾ നീട്ടി വരച്ച് നോക്കുക. പേജിൽ നീട്ടി ഇങ്ങോട്ട് വരയ്ക്കുക, മുന്നോട്ട് വരയ്ക്കുക, പിറകോട്ട് വരയ്ക്കുക. എവിടെ വരച്ചാലും ഈ അക്ഷരത്തിന്റെ ഈ 3 കാലുകൾ, ഈ എന്ന അക്ഷരത്തിലെ 3 വരകൾ ഒരിക്കലും കൂട്ടിമുട്ടില്ല. നമ്മൾ ചിലപ്പോൾ സ്റ്റൈറ്റ് എഴുതുമ്പോൾ എവിടെയെങ്കിലും വളയ്ക്കും. പക്ഷെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഈ സമാന്തര വരകൾക്ക് ഉദാഹരണമാണ്. ഇത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. കുട്ടികൾ കേൾക്കുന്നുണ്ടല്ലോ, ഇതാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത അക്ഷരം നിങ്ങൾ തന്നെ പരീക്ഷിച്ച് നോക്കൂ. ടീച്ചർ കൊണ്ടുവന്നിട്ടില്ല. അടുത്ത അക്ഷരം ഏതാണ്? എഫ്. പിന്നെ നിങ്ങൾ ഓരോന്ന് സെഡ് വരെ എഴുതണം. അപ്പോഴാണ് നമുക്ക് സമാന്തര വരകൾക്ക് എത്ര ഉദാഹരണങ്ങൾ ആൽഫബറ്റ് അക്ഷരമാലയിൽ നിന്ന് കിട്ടി എന്ന് മനസ്സിലാക്കുക. അത് മാറ്റി എഴുതി ഈ ചെയ്ത പ്രവർത്തനം കൂടി 3ാമത്തെ വർക്ക്ഷീറ്റായിട്ട് ഉപയോഗിച്ച് അതിൻ്റെ ഫോട്ടോ കൂടി അയച്ചു തരണം.